പ്രിയരെ, JK ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രഷ് ഫീഡ് എന്നത് പശുക്കൾക്ക് എത്രത്തോളം പ്രയോജനകരമാകുന്നു, പശുക്കുട്ടികളുടെ തുടക്കത്തിലുള്ള റെക്കോർഡ് കീപ്പിംഗ് എന്തായിരിക്കണം എന്നതിനെയൊക്കെയാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഈ രണ്ട് പശുക്കൾ ഇപ്പോൾ 3-4 ദിവസമായിട്ട് പ്രസവിച്ചിട്ടുണ്ട്. ഒരെണ്ണം 4 ദിവസമായി, ഒരെണ്ണം 5 ദിവസമായി പ്രസവിച്ചതാണ്. ഞങ്ങൾ ഇവിടെ തന്നെ വളർന്ന കുട്ടികളാണ്. ഇവർ 15-ാം മാസം ഇവർ രണ്ടുപേരെയും കുത്തിവെച്ചതാണ്. ഇപ്പോൾ 24 മാസമായപ്പോൾ അവർ രണ്ടുപേരും പ്രസവിച്ചു. ഒരാൾ പ്രസവിച്ചിട്ട് 5 ദിവസമായി, ഒരാൾ പ്രസവിച്ചിട്ട് 4 ദിവസമായി. രണ്ടുപേർക്കും ഇപ്പോൾ 18.5 ലിറ്റർ പാല് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 4 ദിവസം 5 ദിവസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് ഏതാണ്ടൊരു 30 ലിറ്ററോളം പാല് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അഡർ ഫോർമേഷനും അതിൻ്റെ ആരോഗ്യമെല്ലാം കണ്ടിട്ട്. ഈ പശുക്കളെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ കാണിക്കാം. ഇതിൻ്റെ കുട്ടികളെക്കുറിച്ചും കാണിക്കാം. 103-ാം നമ്പർ പശു, ഇതിനെ കുത്തിവെച്ചേക്കുന്നത് NDDBയുടെ 40-138 എന്ന ജേഴ്സി സമനാണ്. 94 നമ്പർ പശുവിനെ കുത്തിവെച്ചതും NDDBയുടെ ജേഴ്സി സമനാണ്. 40-138 കുത്തിവെച്ചു. അപ്പോൾ 40-138 രണ്ട് കുട്ടികളാണ്. ആ കുട്ടികളെയും ഞാൻ കാണിക്കാം. പശു പ്രസവിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടികളുടെ വെയിറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് പശുക്കുട്ടിയാണെങ്കിലും കാളക്കുട്ടിയാണെങ്കിലും നമ്മൾ വെയിറ്റ് എടുക്കണം. കാളക്കുട്ടിയെ തീർച്ചയായും നമ്മൾ ഫാമിൽ വളർത്തില്ല. എങ്കിൽ കൂടെ അതിൻ്റെ വെയിറ്റ് എടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? പ്രസവ കാലത്തെ പരിചരണം നല്ലതാണെങ്കിൽ മാത്രമേ ബോഡി വെയിറ്റ് കൃത്യമായിട്ടുണ്ടാകുകയുള്ളൂ. അപ്പോൾ ബോഡി വെയിറ്റ് വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രസവ പരിചരണം അത്ര നന്നായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് കാളക്കുട്ടിയാണെങ്കിൽ ഉൾപ്പെടെ അതിൻ്റെ വെയിറ്റ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പശുക്കളെ ഒന്ന് കാണാം. ഇതാണ് 103. അതിൻ്റെ മുകളിൽ തല കാണിച്ച് നിൽക്കുന്നത് 94. ഇവരുടെ അഡർ ഫോർമേഷനും ഒക്കെ നമുക്കൊന്ന് കാണാം. നല്ല കാലിൻ്റെ സ്പ്രെഡ് എല്ലാം സൂചിപ്പിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആനിമൽ എന്നുള്ളതാണ്. ഇത് തന്നെ വളരെ ലോങ് ബോഡിയാണ് ആനിമലിന്. ഉയരവും ഞങ്ങളിപ്പോൾ വളരെ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും പശുക്കളുടെ ഉയരം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണമെന്ന് കരുതുന്നു. അത് ബ്രീഡ് മാറുന്നതനുസരിച്ചും ഫീഡ് കറക്റ്റായി വരുന്നതനുസരിച്ചും അതൊക്കെ മാറി വരും. എല്ലാ ടീറ്റ് പൊസിഷനും കാര്യങ്ങളും എല്ലാം വളരെ വളരെ നല്ലത് തന്നെയാണ്. ഇത് 30-92 എന്ന പശുക്കുട്ടിയാണ്. ഇത് നമ്മളുടെ 103-ാം നമ്പർ പശുവിൻ്റെ കുട്ടിയാണ്. അപ്പുറത്ത് നിൽക്കുന്നത് 30993. ഇത് 30.5 കിലോഗ്രാം, 30.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പ്രസവിച്ചപ്പോൾ. അത് 28.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പ്രസവിച്ചപ്പോൾ. രണ്ടും NDDBയുടെ 40-138 എന്ന ജേഴ്സി ബുള്ളിൻ്റെ കുട്ടികളാണ്. വളരെ ഹെൽത്തി ആയിട്ടാണ് വളരുന്നത്. നമ്മൾ ആദ്യം കീപ്പ് ചെയ്യേണ്ടത്, റെക്കോർഡ് കീപ്പിങ്ങിൽ ആദ്യം കീപ്പ് ചെയ്യേണ്ടത് പശുക്കുട്ടികളുടെ വെയിറ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. വെയിറ്റ് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ഡിവോമിങ് ഷെഡ്യൂളും കാര്യങ്ങളുമെല്ലാം ഞാൻ വ്യക്തമായി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദയവായി ആ വീഡിയോ കാണുക. ഇവർക്ക് കൊടുക്കുന്ന മിൽക്ക് കൃത്യമായി നമ്മൾ കണക്കൂട്ടിയെടുക്കണം, വെക്കണം, റെക്കോർഡ് കീപ്പ് ചെയ്യണം. ഞങ്ങളിവിടെ 6 ലിറ്റർ പാലാണ് പ്രസവിച്ച ആദ്യത്തെ 28 ദിവസം കൊടുക്കുന്നത്. അത് പലരും എൻ്റെ അടുത്ത് 4 ലിറ്റർ പാല് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതിനകത്തും പലപ്പോഴും ചില കാര്യങ്ങളിൽ അർത്ഥവുമുണ്ട്. എങ്കിൽ കൂടെ ഞങ്ങൾ സ്ഥിരമായി 6 ലിറ്റർ പാലാണ് കൊടുക്കുന്നത്. ആദ്യത്തെ 28 ദിവസം 6 ലിറ്റർ. അത് കഴിഞ്ഞുള്ള ഒരാഴ്ച 1 ലിറ്റർ കുറച്ച് 5 ലിറ്റർ. അത് കഴിഞ്ഞ് ഒരാഴ്ച 4 ലിറ്റർ. അങ്ങനെ 3 ലിറ്റർ, 2 ലിറ്റർ. അവസാനം 63-ാം ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി പൂർണ്ണമായും പശുക്കളുടെ പാല് കൊടുക്കുന്നത് നിർത്തും. ആദ്യ ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ടർ പെല്ലറ്റ് കൊടുക്കും. ഫസ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ടർ പെല്ലറ്റ് കൊടുക്കും. നോക്കുക, ഇതിനകത്ത് സ്റ്റാർട്ടർ പെല്ലറ്റ് നിങ്ങൾ കാണാൻ പറ്റും. വളരെ ചുരുക്കം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് പശുവിന് കഴിക്കാൻ കഴിയില്ല. നോക്കൂ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 24 മണിക്കൂറും വെള്ളം ഉണ്ടാകും. ഇതിനകത്ത് 24 മണിക്കൂറും സ്റ്റാർട്ടറും ഉണ്ടാകും.
ഇതെല്ലാം ഞങ്ങളുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കൃത്യമായ ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞേക്കുന്ന ഫോമുല അനുസരിച്ചുള്ള സ്റ്റാർട്ടറാണ്. അപ്പോൾ കഴിക്കാത്ത ആഹാരം എന്തിനാണ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതിനകത്ത് സ്റ്റാർട്ടർ ഉണ്ടാകും, 1 സ്പൂൺ 2 സ്പൂണേ ഇടുകയുള്ളൂ. പക്ഷേ ഇത് പശുക്കുഞ്ഞുങ്ങൾ കഴിക്കാൻ പറ്റില്ല, കാരണം അതിനിപ്പോൾ റൂമൻ ആമാശയമില്ല. അതുകൊണ്ട് തന്നെ ഖരവസ്തുക്കൾ അതിന് കഴിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടെ കൊടുക്കുന്നത് ഇതെൻ്റെ ഫീഡാണ് എന്നൊരു തിരിച്ചറിവ്, റിഫ്ലക്ഷൻ ഉണ്ടാകാൻ, ഒരു നാച്ചുറൽ റിഫ്ലക്സ്, സ്വാഭാവികമായ റിഫ്ലക്സ് ഉണ്ടാകാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. ഇതൊരു 15 ദിവസം, 16 ദിവസം, 17 ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഈ ആഹാരം അപ്രത്യക്ഷമായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും പശു ആഹാരം ഖരവസ്തു കഴിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് അളവ് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിമിറ്റില്ലാതെ എത്ര കഴിക്കുമോ അത്രയും സ്റ്റാർട്ടർ കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് പശുക്കുട്ടികൾ ഒരുപാട് കഴിക്കാൻ അതിന് കഴിയില്ല. കഴിക്കാവുന്നിടത്തോളം മാത്രമേ ആഹാരം കഴിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു വശത്ത് പാല് കുറച്ച് കൊണ്ടുവരുന്ന പുറയ്ക്ക് ഖരവസ്തുക്കളുടെ ആഹാരം ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ നമ്മൾ 2 മാസത്തേക്ക്, കൃത്യം 2 മാസത്തേക്ക് പശുക്കുട്ടികൾ പൂർണ്ണമായിട്ടും ഈ കൂട്ടിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കൂട്ടിൽ നിർത്തുന്നത് എന്നതും ഞാൻ കാഫ് റെയറിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടെ പറയുന്നു, മരണനിരക്ക് കുറയ്ക്കുക എന്ന അർത്ഥത്തിലാണ് ഇത് ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടിലാണ് 2 മാസം വളർത്തുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്ട് മരണനിരക്ക് ഇപ്പോൾ 0 എന്ന് പറയാം. അങ്ങനെ മരണമൊന്നും സംഭവിക്കാറില്ല. 2, പശുക്കുട്ടികൾക്ക് പാല് നമ്മൾ കൊടുക്കുന്നത് അമ്മയുടെ അകിടിൽ നിന്ന് ഒരു കാരണവശാലും കൊടുക്കില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത്രയും പാലുള്ള പശുക്കൾക്ക് അമ്മയുടെ അകിടിൽ നേരിട്ട് കുടിപ്പിക്കുകയാണെങ്കിൽ അകിട് വീക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്, പശുക്കുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച പാല് കിട്ടിയോ എന്ന് ഉറപ്പ് വരുത്താനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറന്നെടുത്താണ് കൊടുക്കുന്നത്. 6 ലിറ്റർ പാല് 3 നേരമായി ആണ് കൊടുക്കുന്നത്. 3 നേരമായിട്ടാണ് ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്. 2 ലിറ്റർ പാലിൽ വെച്ചിട്ട് 3 നേരം. അത് തന്നെ ചെറു ചൂട് പാലായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ കൊളസ്ട്രോൾ തന്നെ കൊടുക്കും. പിന്നെ ഇത്രയും പാലുള്ള പശുക്കളാകുമ്പോൾ ഈ കൊളസ്ട്രോൾ വേണമെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൂടുതൽ ദിവസം കൊടുക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ ദിവസത്തെ കൊളസ്ട്രോൾ ഫ്രീസറിൽ വെച്ച് കുറച്ചുകൂടെ കൊടുക്കുന്നത് നല്ലതാണ്. 2 ലിറ്റർ വെച്ച് കൊടുക്കുക. അത് നമ്മൾ 6 ലിറ്റേഴ്സാണ് കൊടുക്കുന്നതെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ നമ്മൾ അത് ഒരു ലൂക്ക് വാം, ഒരു തണുപ്പ് മാറുന്ന ഒരു ടെമ്പറേച്ചറിൽ കൊടുത്താൽ മാത്രമേ അങ്ങനെ കൊടുക്കാവുള്ളൂ. ഒരു കാരണവശാലും തണുത്ത ആഹാരം കൊടുക്കരുത്. 2, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പശുക്കുട്ടികൾ ഇവിടെ കിടക്കുന്നത് വൈക്കോലിൻ്റെ പുറത്താണ്. വൈക്കോലിൻ്റെ പുറത്ത് തന്നെ പശുക്കുട്ടികൾ വളർത്തുക. ഒരു കാരണവശാലും തണുപ്പിൽ പശുക്കുട്ടികൾ വളർത്തരുത്. 2 കാര്യങ്ങൾ: 1, മരണനിരക്ക് കൂടും. 2, ഈ ചൂടിൽ വളരുമ്പോൾ പശുക്കുട്ടികളുടെ ഗ്രോത്ത് കുറച്ചുകൂടെ നല്ലതായിട്ടാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ലോജിക്ക് ഇതാണ്. ഈ ചൂട് ആണെങ്കിൽ അവർ തണുപ്പത്താണ് അവർ കിടക്കുന്നതെങ്കിൽ തണുപ്പുമായി പൊരുതാനായി അവർ കഴിക്കുന്ന ആഹാരം കൊണ്ടുണ്ടാക്കുന്ന എനർജി വേസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കൃത്യമായിട്ട് ഈ ചൂടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്രോത്ത് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇവരിപ്പോൾ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഡയറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇനി അഥവാ പലരും പറയും പാല് കൂടുതൽ കൊടുത്താൽ ഡയറിയ. പാല് കൂടുതലല്ല, ക്രമമായിട്ടാണ്. ഞാനിവിടെ 6 ലിറ്റർ പാലെന്ന് പറഞ്ഞു. ഒരു 4 ലിറ്റർ പാല് കൊടുത്തിട്ട് കുറച്ചാലും കുഴപ്പമില്ല. ഈ പശുക്കുട്ടികൾക്ക് 6 ലിറ്റർ പാല് കൊടുക്കുമ്പോൾ 63 ദിവസം കൊണ്ട് പാല് കൊടുക്കുന്നത് ഒഴിവാക്കാം. 273 ലിറ്റർ പാലാണ് ഒരു കുട്ടിക്ക് ഞാൻ അതിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ പറയുന്ന 63 ദിവസം കൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ 4 ലിറ്റർ പാലാണെങ്കിൽ 28 ദിവസം 4, പിന്നെ അടുത്ത ഒരാഴ്ച 3, പിന്നെ അടുത്ത ഒരാഴ്ച 2, പിന്നെ അടുത്ത ഒരാഴ്ച 1 വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 56 ദിവസം കൊണ്ടോ ഒക്കെ പാല് കൂടി അവസാനിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനം പറയുന്നത് പാല് കുറച്ചേ കൊടുക്കുന്നുള്ളതുകൊണ്ട് സ്റ്റാർട്ടർ കുറച്ചുകൂടെ കഴിക്കുകയും റൂമൻ ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് ആകുമെന്നും ആമാശയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് ആകുമെന്നും പറയുന്നുണ്ട്. അതും ഒരുപക്ഷെ യുക്തിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യം. പശുക്കുട്ടികളാണ് ഇന്നത്തെ പശുക്കുട്ടികളാണ് നാളത്തെ പശുക്കൾ. പശുക്കുട്ടികളെ നല്ലതുപോലെ പരിപാലിക്കാത്ത ഫാമുകൾക്ക് നിലനിൽക്കാനോ ഉയർച്ചയുണ്ടാകാനോ സാധ്യതയില്ല. അപ്പോൾ പശുക്കുട്ടികളെ വളരെ നല്ലതുപോലെ വളർത്തുക. ഞങ്ങളുടെ ഫീഡിനെക്കുറിച്ചും പറയാം. ആദ്യത്തെ 21 ദിവസം പ്രസവ അനന്തരം
21 ദിവസം ഞങ്ങൾ അവർക്ക് ഫ്രഷ് ഫീഡാണ് കൊടുക്കുന്നത്. -21 പ്രസവത്തിന് 21 ദിവസം മുമ്പേ ക്ലോസപ്പ്, 21 പ്രസവത്തിന് ശേഷം 20 ദിവസം നമ്മൾ കൊടുക്കുന്നത് ഫ്രഷ്. ഇങ്ങനെ 2 തരം ഫീഡാണ് കൊടുക്കുന്നത്. ഈ രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ പൊതുവിൽ ട്രാൻസിഷൻ ഫീഡ് എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ ഫീഡ് പ്രസവാനന്തരം കൊടുക്കുന്ന 21 ദിവസത്തെ ഫീഡ്, ഫ്രഷ് ഫീഡ് കൊടുക്കുന്നതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, പശുവിൻ്റെ പീക്ക് ഈൽഡ് എത്രയും പെട്ടെന്ന് എത്തണം, അതായത് ഒരു പശുവിൻ്റെ ഏറ്റവും മികച്ച ഈൽഡിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. 2, ഓവേറിയൻ ഫങ്ഷൻസ് നോർമലാവുക, എത്രയും പെട്ടെന്ന് സ്വാഭാവികമായി മാറുക. അത് അങ്ങനെയെങ്കിൽ മാത്രമേ അടുത്ത സൈക്കിൾ നമുക്ക് നേരത്തെ തന്നെ അതിനെ കുത്തിവെപ്പിച്ച് ചനപിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇതെല്ലാം വളരെ കൃത്യമായ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പോസിഷൻ, വിവിധ ഫീഡുകളുടെ, വിവിധ ആഹാരങ്ങളുടെ ചേരുവകൾ തീർത്തും വ്യത്യാസമാണ്. അത് പിണ്ണാക്കിലെ ചേരുവകൾ മാത്രമല്ല, വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ചേരുവകൾ വ്യത്യാസമാണ്. അങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാകുകയുള്ളൂ. ഞങ്ങൾ പറയുന്നു, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ 2 പശുക്കൾക്കും ഒരു 30 ലിറ്ററോളം പാലുകൾ കിട്ടും. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഫാമിലുണ്ടായ ഇവരുടെ അമ്മമാർക്ക് 27 ലിറ്ററായിരുന്നു ആവറേജ്. അപ്പോൾ അവരുടെ അടുത്ത തലമുറ വന്ന 2 കൊല്ലം മുമ്പേ ഇവരുടെ അമ്മമാർക്ക് 27 ലിറ്റർ പാലോളമാണ് വന്നത്. അപ്പോൾ ഇവരടുത്ത തലമുറയാണ്, അവർ 30 ലിറ്ററോളം പാലെത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അമ്മയുടെ ഗുണം അതിനേക്കാൾ മികച്ച ബുള്ള് കുത്തിവെക്കുമ്പോൾ ആ ബുള്ളിൻ്റെ ഗുണവും കാണിക്കും. പിന്നെ ഞങ്ങളുടെ വളർത്തു രീതിയിലും കുറച്ചധികം വ്യത്യാസം വന്നിട്ടുണ്ട്, ഫീഡിലും നല്ല പരിഷ്കാരങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രയോജനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുട്ടികളെ നല്ലതുപോലെ വളർത്തുക, ഫാം വിജയിപ്പിക്കുക. നല്ലത് വരട്ടെ. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇടയ്ക്ക് ചില ആഴ്ചകളിൽ കുറച്ചു കാലമായി എനിക്ക് വീഡിയോ ചെയ്യുവാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കുക. ഈ വീഡിയോ പ്രയോജനപ്രദം ആണെന്ന് കരുതട്ടെ. എന്തായാലും വരുന്ന ആഴ്ചകളിൽ നിരന്തരമായി നമുക്ക് വീണ്ടും അറിവുകൾ പങ്കുവയ്ക്കാം, സംവദിക്കാം. തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക. ഏവർക്കും നല്ലത് അനുമോദിച്ചുകൊണ്ട് ഒരു മികച്ച സന്തോഷകരമായ ഓണം ആശീർവദിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി.